നട അടയ്ക്കാറായി. പട്ടിണി അന്ന് പട്ടിണി. ഞാൻ ഓടിപ്പിടിച്ച് വണ്ടി പഞ്ചായത്തിലിട്ട് ഷർട്ടൊക്കെ ഊരി വാരി വണ്ടിയിലിട്ട് ഇത് മാത്രം ഈ ബെൽറ്റും മുണ്ടും ഒരു തോർത്തുമായിട്ട് ഓടി വരികയാണ്. ആ മുക്കിൽ എത്തി. ഞാൻ വടക്കേനടക്കിലെ പഴയ ബംഗ്ലാവ് ഉണ്ടായിരുന്നില്ല ഇവരുടെ പൂജാരിക്കാർ. അവരാണ് കുളിക്കുക. അതിൻ്റെ ആരുടെ വൈഫും ഇല്ല, ആരില്ല പിടിക്കാനൊന്നും. താഴെ ഇറങ്ങി ഏതൊരാളുടെ അടുത്ത് ബെൽറ്റൊക്കെ കൊടുത്ത് ഞാൻ കുളിച്ച് കയറി. ഒരു പോലീസുകാരോട് ഞാൻ കള്ളനെ മാറ്റിയത്. ഒറ്റ കുത്തിൻ്റെ വയറ്റിൽ ഇവിടെ ഞാൻ ഉറക്കാനില്ല. ആന്റണിയാന്ന് ആഭ്യന്തരമന്ത്രി ആ കുത്തൻ്റെ പണി കഴിയുള്ളൂ. അതിന് നിന്നില്ല. ആ കുത്തും വെട്ടി ഒരു പ്രശാസനോടൊക്കെ പറഞ്ഞിരിക്കണം. കുത്തും വെട്ടി ഇവിടെ കല്ലിച്ചു. അങ്ങനെ കരഞ്ഞ് ഞാൻ കുടിമരത്തിൻ്റെ അവിടെ എത്തി. കുടിമരത്തിൻ്റെ അറ്റപ്പോൾ നടയടച്ചു. അവ തൊഴാനും കഴിഞ്ഞില്ല. കുത്തും വെട്ടി ഭയങ്കര കരത്തിൽ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ കരഞ്ഞ് ഞാൻ പാഞ്ചന്യത്തിലെത്തി. പാഞ്ചന്യത്തിലെത്തി കാറിൻ്റെ ഡോറ് തുറക്കാണ്. ഡ്രൈവർ കിടന്ന് വന്നതാണ് കാറിൽ. അങ്ങനെ കാറിൻ്റെ ഡോറ് തുറക്കുമ്പോൾ ഒക്കെ കരയുന്നില്ല. അപ്പോഴത്തെ അവിടെ ഒരു പ്രതിമ ഉണ്ടല്ലോ പാഞ്ചന്യത്തിൽ. ആ പ്രതിമയുടെ അവിടെ നമ്മൾ അമ്പലത്തിൽ എപ്പോഴും പണ്ട് കണ്ടുവരുമ്പോൾ വെച്ചിട്ടുണ്ടാവും ഒരു കുട്ടിപ്പട്ടിൽ ഇത്ര ഉയരെടുത്തെടുത്തിട്ട് ഈ പട്ടിലെ പോലുള്ള ആള് ഒരു താലം. ഈ താലത്തിൽ ഞാൻ എന്തൊക്കെയാണ് കഴിക്കാൻ ആഗ്രഹിച്ചേക്ക അതൊക്കെ അതിലുണ്ട്. അതിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇയാൾ നേരെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ഞാൻ കരയുന്നുണ്ട്. ഇയാൾ അടുത്തേക്ക് വന്നപ്പോൾ ഞാനത് കയ്യാട്ടിയപ്പോൾ ഇതൊക്കെ തന്നിരിക്കും. അവസാനം ഇളനീരിൻ്റെ വെള്ളം കയ്യിലുണ്ട്. വെള്ളം വന്നു. ഇളനീരിൻ്റെ വെള്ളം ഞാൻ കുടിച്ചിട്ട് കണ്ണാൽ കിടന്നപ്പോൾ പറ്റില്ല.